കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവൻ ശാലിനിയോട് പറയുക, അന്ന് എല്ലാവരും കൂടി എന്നെ സത്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചപ്പോൾ എനിക്കത് മാറ്റി പറയാൻ പറ്റിയില്ല. പിന്നീട് ഇത് പറയായിരുന്നു സത്യഭാമയുടെ മുമ്പിൽ വെച്ച് കുട്ടികൾ തിരിച്ചെത്തിയതിന് ശേഷം. എന്നാൽ അപ്പോഴേക്കും കൂടെയുള്ള കുട്ടിയും കൂടി ഓരോന്ന് പറഞ്ഞ് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു ധിക്കാരിയായ കുട്ടിയായിട്ട് സത്യ മാറിയിരുന്നു. ആ സമയം സത്യയുടെ വിദേശത്തുള്ള ആ കുട്ടിയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അച്ഛനായിട്ട് എല്ലാവരും എന്നെ കണ്ടു കഴിഞ്ഞു. അതുമാത്രമല്ല, അന്ന് സത്യഭാമയുടെ കൂടെ വിഷ്ണു ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ എനിക്കത് മാറ്റി പറയാൻ പറ്റാതിരുന്നത്. അതിപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വലിയ തെറ്റിദ്ധാരണയായി മാറിയിരിക്കുകയല്ലേ. ഈ സമയം ശാരദ പറയണേ, അതുമാത്രമല്ല, അന്ന് നിങ്ങൾ കളക്ടർ ഓഫീസിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചില്ലേ, ആ സമയത്ത് തന്നെ സത്യഭാമയും വിഷ്ണു അവിടെ വന്നിരുന്നു. അവർ ആ കാഴ്ച കാണുകയും ചെയ്തു. അതോടെ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു ദേവമോൻ ശാലിനിയുടെ ഭർത്താവാണെന്നും സത്യയുടെ അച്ഛനാണെന്നും. ഈ സമയം ശാലിനി പറയണേ, അന്ന് ഞങ്ങൾ തേജസ്വിനിയും ദേവേട്ടനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സത്യഭാമയും വിഷ്ണുവേട്ടനും വന്നെന്നും അവർ ഞങ്ങളെ ശ്രദ്ധിച്ചുവെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞതുപോലുമില്ല. തേജസ്വിനി വലിയ കളക്ടറൊക്കെ ആണെങ്കിൽ അവളുടെ ഉള്ളിൽ ആ സങ്കടമൊക്കെ കണ്ട് ദേവേട്ടൻ അവൾക്കൊരു ജീവിതം കൊടുത്തതിൻ്റെ സന്തോഷം പങ്കുവെക്കുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന വിഷ്ണു അന്ന് കളക്ടറേറ്റ് വെച്ച് ദേവനെയും ശാലിനി ഒരുമിച്ച് കണ്ടപ്പോൾ ദേവൻ ഫോണിൽ ഞാനേ കളക്ടറിൻ്റെ ഭർത്താവാ എന്നൊക്കെ ഫോണിലൂടെ പറഞ്ഞ കാര്യമൊക്കെ വിഷ്ണു ഓർക്കുവാണ്. എന്നിട്ട് പറയണേ, അപ്പോൾ അത് തേജസ്വിനിനെ ഉദ്ദേശിച്ചായിരുന്നല്ലേ. ഈ സമയം ദേവൻ ശാലിനിയോട് പറയുന്നുണ്ട്, എന്താണെങ്കിലും ശാലിനി, നമുക്കിപ്പോൾ തന്നെ പോകാം. ഇപ്പം തന്നെ ചെന്ന് വിഷ്ണുവിനോട് സത്യാമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. എല്ലാം അവരുടെ തെറ്റിദ്ധാരണയായിരുന്നെന്നും ഞാൻ തൻ്റെ ഭർത്താവൊന്നും അല്ലാന്നും അവരെ ബോധ്യപ്പെടുത്താം. ഈ സമയം ശാലിനി പറയണേ, എന്തിന്? അതുകൊണ്ട് ഒരു പ്രയോജനം ദേവേട്ടാ. ഈ രാത്രി ഞാൻ സത്യാമ്മയുടെ മുമ്പിലോട്ട് സൂര്യനെ പിടിച്ചു കൊണ്ടുവന്നെന്നാലും അതൊരു മിന്നാമിനിങ്ങായിട്ട് മാത്രമേ സത്യാമ്മ കാണുകയുള്ളൂ. അത്രക്കൊണ്ട് സത്യാമ്മയ്ക്ക് എൻ്റെ പേരിലുള്ള വിശ്വാസം. അല്ലെങ്കിൽ സത്യാമ്മയെ പറഞ്ഞിട്ട് എന്ത് കാര്യം? വിഷ്ണുവേട്ടന് പോലും എന്നെ വിശ്വാസമില്ലല്ലോ. അതുകൊണ്ടല്ലേ മറ്റൊരു പെണ്ണിനെ താലി കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ സത്യം ആരെ ബോധ്യപ്പെടുത്തിയിട്ടും എന്ത് കാര്യമുള്ളത്? എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ആരൊക്കെ എന്നെ വിശ്വസിച്ചാലും എൻ്റെ വിഷ്ണുവേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന്. പക്ഷേ ഇപ്പോൾ വിഷ്ണുവേട്ടന് പോലും എന്നെ വിശ്വാസമില്ലാതായിരിക്കുന്നു. അപ്പോഴാണ് എന്നെ ഒരിക്കൽ പോലും വിശ്വസിച്ചിട്ടില്ലാത്ത സത്യാമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. അതൊന്നും ഇനി നടക്കില്ല. ഈ സമയം അത് കേട്ടിട്ട് വിഷ്ണു ആകെ തകർന്നു പോകുക. വിഷ്ണു മനസ്സിൽ പറയണേ, ഇല്ല ശാലിനി, താൻ പറഞ്ഞതുപോലെ എനിക്കൊരിക്കലും തന്നെ അവിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം ഒരു നാടകമാണ്, തന്നെ കൊണ്ട് സത്യം തുറന്നു പറയിക്കാനുള്ള നാടകം മാത്രം. ഈ സമയം ദേവൻ ചോദിക്കണേ, അങ്ങനെയാണെങ്കിൽ സത്യത്തെക്കുറിച്ചുള്ള രഹസ്യം തനിക്ക് തുറന്നു പറഞ്ഞൂടെ? അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ? ഈ സമയം ശാലിനി പറഞ്ഞേ, ഇല്ല ദേവേട്ട, ആ സത്യം എനിക്കൊരിക്കലും തുറന്നു പറയാനായിട്ടാവില്ല. അങ്ങനെ അത് കേൾക്കുന്നതും വിഷ്ണു സങ്കടത്തോടെ അവിടെ നിന്നും തിരിച്ചിറങ്ങി ജീപ്പിൽ കയറി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. എന്നിട്ട് ശാലിനി പറഞ്ഞേ, ദേവേട്ടൻ വിഷമിക്കണ്ട. ദേവേട്ടനെയൊക്കെ ഞാൻ പരിചയപ്പെട്ട സമയത്തും ഞാൻ ഒറ്റക്കായിരുന്നില്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അന്നേരം ദേവൻ പറയണേ, പക്ഷേ അന്നത്തെ ശാലിനി നല്ല ചുണക്കുട്ടിയായിരുന്നു, തൻ്റെ അടിയായിരുന്നു. എന്നാലിപ്പോൾ താൻ വല്ലാതെ സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായി പോയില്ലേ? അന്നേരം ശാലിനി പറയണേ, അന്ന് എൻ്റെ ജീവിതത്തിൽ പ്രകാശം ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ എൻ്റെ വിഷ്ണുവേട്ടനുണ്ടാകുമെന്ന്. വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ ഞാനല്ലാതെ മറ്റൊരു പെൺകുട്ടി ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം. എന്നാലിപ്പോൾ അതെല്ലാം തകർന്നില്ലേ? ഈ സമയം ദേവൻ പറയണേ, എൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയമായി, എന്നാൽ ഞാൻ ഇറങ്ങുക. ഈ സമയം ശാരദ വെക്കണേ, അല്ല മോനിനി കല്യാണം വിളിക്കാൻ വരില്ലേ? അതിന് ധാരാളം സമയമുണ്ടല്ലോ ശാരദാമേ. അല്ല, അടുത്ത മാസമല്ലേ കല്യാണം? ആ സമയം ദേവൻ പറയണേ, ഞാനും തേജസ്വിനിയും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുത്തു. ശാലിനി വിഷ്ണു ഒന്നാകുന്നത് വരെ ഞങ്ങൾ കല്യാണം കഴിക്കില്ല. അതിനുശേഷമേ ഞങ്ങൾക്കും വിവാഹം ഉണ്ടാകുള്ളൂ. അന്നേരം ശാലിനി, ദേവേട്ട അത് എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമായിരിക്കും. ആ സമയം ദേവൻ പറയണേ, എടോ, നല്ല സൗഹൃദങ്ങളൊക്കെ അങ്ങനെയാ. അങ്ങനെ പറഞ്ഞ് ദേവൻ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കാർത്തിക റൂമിൻ്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്ത് മധുശ്രീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാർത്തിക ഇങ്ങനെ ഓർക്കുക. വിഷ്ണു വീട്ടിൽ നിന്ന് പോയ കാര്യം ബാമയെ എങ്ങനെയെങ്കിലും അറിയിക്കണം എന്നൊക്കെ പറഞ്ഞത് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരിക്കും. ഈ സമയത്താണ് ബാമ അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, മോൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇല്ല. അമ്മ ഉറങ്ങിയില്ലേ? ഇല്ല മോളെ, അവൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. അല്ല, വിഷ്ണു എവിടെ? അത് പിന്നെ എന്ന് പറഞ്ഞ് കാർത്തിക അവിടെ നിന്ന് പരിങ്ങുക. ഈ സമയം ബാമ വീണ്ടും ചോദിക്കണേ, എന്താ മോളെ, എന്തു പറ്റി? അവൻ എവിടെ? അവൻ റൂമിലില്ലേ? ഇല്ല. റൂമിലില്ലെന്നോ? പിന്നെ അവിടെ പോയി? അറിയില്ല. കുറച്ചു മുമ്പ് പിന്നാമ്പുറത്ത് വാതിൽ തുറന്ന് പോകുന്നത് കണ്ടു. മോളെ, ഞാൻ പറഞ്ഞതല്ലേ അവൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധ വേണമെന്ന്. ഈ സമയത്ത് തന്നെ പുറത്ത് ജീപ്പ് വരുന്ന വെച്ച് കേൾക്കുവാണ്. അങ്ങനെ വിഷ്ണു സ്റ്റെപ്പ് കയറി അകത്തേക്ക് വരുവാണ്ടോ. ഈ സമയം നേരെ ചെന്ന് വിടുന്നത് സത്യാമ്മയുടെ കാർത്തികയുടെ മുമ്പിലായിരിക്കും. അന്നേരം റൂമിലേക്ക് പോകാൻ തുടങ്ങിയ വിഷ്ണുവിനെ ബാമ തടഞ്ഞിട്ട് ചോദിക്കണേ, എവിടെയായിരുന്നു നീ ഇത്രയും നേരം? നീ എങ്ങോട്ടേക്കാണ് പോയത്? അത് പിന്നെ അമ്മേ, ഞാൻ കാറ്റ് കൊള്ളാനോ? നിനക്ക് ഈ വീട്ടിലെ കാറ്റൊന്നും പോരെ? അല്ല, അതിരിക്കട്ടെ, എവിടെയാണ് നീ കാറ്റ് കൊള്ളാൻ പോയത്?
അമ്മേ, ഞാൻ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. സത്യം പറയടാ, നീ ശാലിനിയെ കാണാനല്ലേ പോയത്? നിന്നോടല്ലേ ചോദിച്ചത്? അപ്പോൾ ആ ചോദ്യം കേൾക്കുന്ന വിഷ്ണു കാർത്തികയെ നോക്കുവാണ് കേട്ടോ. അത് കാണുന്ന ഭാമ പറയണേ, നീ അവളെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ അവളുടെ മുമ്പിൽ വെച്ച് ഈ ചോദ്യം ചോദിക്കാൻ എനിക്ക് ലജ്ജയുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥ അതായിപ്പോയില്ലേ? ഈ സമയം കാർത്തിക മനസ്സിൽ പറയണേ, സോറി വിഷ്ണുവേട്ടാ, എനിക്ക് വിഷ്ണുവേട്ടനെ ഒറ്റക്കൊടുക്കേണ്ടി വന്നു. ആ മധുശ്രീയുടെ ഭീഷണിക്ക് മുമ്പിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതാ, സോറി. ഈ സമയം ഭാമ ചോദിക്കണേ, നിന്നോടല്ലേ ചോദിച്ചത്, നീ ആ ശാലിനിയെ കാണാൻ പോയോ? ആ പോയിരുന്നു, പക്ഷേ ദൂരെ നിന്ന് അയാളെ കാണുക മാത്രമേ ചെയ്തുള്ളൂ, അല്ലാതെ അടുത്ത് പോയി കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അന്നേരം ഭാമക്ക് അങ്ങ് ദേഷ്യം വരുവാ. ഏട്ടാ നാണം കെട്ടവനെ, ദേ ഈ നിൽക്കുന്നത് ആരാ? നീ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ. ഇവളിവിടെ കൊണ്ടുവന്നിരുന്നിരിക്കുന്നത് നോക്കുകുത്തിയായിട്ട് വെക്കാനാണോ? നിനക്ക് ആ ശാലിനിയോട് ഇത്രയ്ക്ക് മൂത്ത പ്രേമം ഉണ്ടായെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവളുടെ കഴുത്തി താലി കെട്ടിയത്? വിഷ്ണു, നിന്റെ ഈ രാത്രി സഞ്ചാരമൊക്കെ നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഈ സമയം വിഷ്ണു നേരെ റൂമിലേക്ക് കയറി പോകുവാണ്ടോ. അന്നേരം കാർത്തികയോട് ഭാമ പറയണേ, മോള് ചെന്ന് എൻ്റെ ഫോണും എടുത്തുകൊണ്ട് വന്നേ. അങ്ങനെ കാർത്തിക ഫോണൊക്കെ എടുത്തു കൊടുക്കുക. എന്നിട്ട് കാർത്തികയോട് പൊക്കോളാൻ ഭാമ പറയുവാണ്. ഈ സമയം ഭാമ ഫോണിൽ ഒരു ജോയ്സിനെ വിളിക്കുക. ഹലോ ജോയ്സിനെ, ഇത് ഞാനാ. രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാമെന്ന് തോന്നരുത്. ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനാ. എൻ്റെ മൂത്ത മകനില്ലേ വിഷ്ണു, അവൻ്റെ കല്യാണം കഴിഞ്ഞു. അവൻ്റെ ശാന്തി മുഹൂർത്തത്തിന് ഒരു നല്ല മുഹൂർത്തം കുറിക്കണം. അതിനുവേണ്ടി ജോത്സ്യൻ നാളെ ഇങ്ങോട്ടൊന്ന് വരണം. അതിനെന്താ, ഞാൻ നാളെ രാവിലെ തന്നെ എത്തിക്കോളാം. അങ്ങനെ പറഞ്ഞ് ജോത്സ്യൻ ഫോൺ കട്ടാക്കുവാണ്. അപ്പോൾ ഭാമയുടെ ഈ സംസാരം റൂമിൽ നിൽക്കുന്ന വിഷ്ണുവും കാർത്തികയും കേൾക്കുന്നുണ്ടായിരിക്കട്ടോ. അവരങ്ങനെ ഈ വാർത്ത അറിഞ്ഞ് ആകെ ടെൻഷനാകുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ശാലിനിയാണ് കേട്ടോ. ശാലിനി ഫോൺ എടുത്ത് ശ്യാമേനെ വിളിക്കുവാണ്. ഈ സമയം ശ്യാമ ചോദിക്കണേ, എന്താ കുഞ്ഞേച്ചി? അന്നേരം ശാലിനി പറയണേ, ശ്യാമേ, എനിക്ക് കാർത്തികയുടെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും വിഷ്ണുവേട്ടൻ കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടിയോ? അതെന്താ കുഞ്ഞേച്ചി അങ്ങനെ ഒരു സംശയം? അത് പിന്നെ ഞാൻ ഇന്നലെ ആ കാർത്തികയെ അമ്പലത്തിൽ വെച്ച് കണ്ടായിരുന്നു. എന്നിട്ട് അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ശ്യാമയോട് പറയുവാണ് കേട്ടോ ശാലിനി. അവളുടെ പെരുമാറ്റത്തിലൊക്കെ ആകെ ഒരു പന്തികേട് പോലെ, എന്തോ രഹസ്യം അവൾ ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിൻ്റെ ഒരു കണ്ണ് എപ്പോഴും ആ കാർത്തികയുടെ മേലുണ്ടാകണം. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ശരി കുഞ്ഞേച്ചി, ഞാൻ കുഞ്ഞേച്ചി പറയുന്നത് പോലെ തന്നെ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ഷാമയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്